നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കബനി യാത്രയെക്കുറിച്ചാണ്. വയനാട്ടിൽ നിന്ന് കബനി ഫോറസ്റ്റിലേക്കുള്ള ഒരു യാത്ര, അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തോൽപ്പെട്ടി, അതായത് തിരുനെല്ലി ക്ഷേത്രമില്ലേ, പോകുന്ന വഴിയിൽ തോൽപ്പെട്ടി വനമേഖലയുണ്ട്. അതിന് കടന്നതിന് ശേഷം പിന്നെ കർണാടക ഫോറസ്റ്റ് ഉണ്ടാവും. കർണാടക ചെക്ക് പോസ്റ്റും താണ്ടി ഫോറസ്റ്റിൽ കിടക്കണം. പിന്നെ നാഗർഹോൾ ടൈഗർ റിസർവ്, അതിന് ശേഷമൊക്കെയാണ് കബനി എത്തുക. അപ്പോൾ ഞാനിത് ഓൺ ദ വേ ആണ്. ഇപ്പോൾ നാഗർഹോൾ ടൈഗർ റിസർവിൽ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് കബനി ഫോറസ്റ്റ്. കൂടുതലും മറ്റു ഇതിലുണ്ട്. ഇപ്പോഴാണ് ഫോറസ്റ്റ് മേഖലയിലേക്ക് കടക്കുന്നത്. നേരത്തെ നിറച്ചും ജനവാസ മേഖലയായിരുന്നു. ഓക്കെ, അപ്പോൾ കബനി ഫോറസ്റ്റിലെ മാനുകൾ കണ്ട, നമ്മൾ ആദ്യമായിട്ടൊരു വന്യമൃഗത്തെ കണ്ടു. ആനിമൽസിനെ ഉണ്ട്, കുറേ ഉണ്ട് കണ്ടോ. ഇതിനിടെ വലുത് ഇതാ ഈ സൈഡ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കബനിയിലാണ്, കബനി വനമേഖലയിൽ. അപ്പോൾ അവിടെ ഒരു റിസോർട്ടുണ്ട്, അത് കാണിക്കാനാണ് ഈ വീഡിയോ. ഈ റിസോർട്ടിൻ്റെ പേര് കബനി ലേക്ക് വ്യൂ റിസോർട്ട്. ഒരു ലേക്ക് ഉണ്ട്, ഒരു തടാകം. അപ്പോൾ ആ തടാകത്തിൻ്റെ അടുത്തുള്ളതാണ് ഒരു ചെറിയ റിസോർട്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്സ് റൂംസാണ് ഇവിടെ ഉള്ളത്, ഹട്ട് ഹൗസ് മാതിരി. ഞാനിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതിനെ കബനി എന്ന് പറയുന്നത് ഇവിടുത്തെ സഫാരി ഇതന്നെ, നാഗർഹോൾ സഫാരി നമ്പർ, രണ്ടിനും പേര് ഒന്നാണ്. ശരിക്കും കബനി എന്ന് പറഞ്ഞാൽ ഫുൾ ഏരിയയുടെ പേരും, നാഗർഹോളാണ് ഇതിൻ്റെ മെയിൻ ജീപ്പ് സഫാരി, പല ടൈപ്പ് സഫാരി ഉണ്ട്. നമുക്കിവിടെ ഇത് ഇച്ചിരി കോസ്റ്റ്ലി റിസോർട്ടാണ്. റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ വനമേഖല അടുത്തുള്ള കുറച്ചെങ്കിലും ഡീസൻറ്റ് റിസോർട്ടാണ്. ഇതാണ്. അധികം റിസോർട്ട്സ് ഹോട്ടൽസ് ഇവിടെ ഇല്ല, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട്. കബനി വനമേഖല വളരെ മൃഗങ്ങൾ അധികമുള്ള വനമേഖലയാണ്. മാനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഡെയിലി കാണാം. ഈ റിസോർട്ടിൻ്റെ റൂമിലേക്ക് ഇപ്പോൾ അവൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് റൂമൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് ഇവിടുത്തെ സഫാരിയും ഒക്കെ ഡീറ്റെയിൽസ് ഇതിൽ ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററി ആണ്. ലഞ്ച് നമ്മൾ പേ ചെയ്യണം. പിന്നെ ഇത് ജീപ്പ് സഫാരിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. ഇപ്പോൾ ഇത് 3 ഹവേഴ്സിൻ്റെതാണ്, 2360 വരുന്നത്, ഇൻക്ലൂഡിങ് ടാക്സസ്. ബോട്ട് ഉണ്ടെങ്കിൽ അതും സെയിം തന്നെയാണ്. ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതാണ് റൂം ടൈപ്പ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നല്ല അറ്റ്മോസ്ഫിയറൊക്കെ നല്ല തന്നെയാണ്. കാരണം നല്ലൊരു കാറ്റും നല്ല വൈബൊക്കെ തന്നെയാണ്. കാഴ്ചകളൊക്കെ ഉണ്ട്. ലേക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഗാർഡനും അതിൻ്റെയൊക്കെ ഏരിയ വളരെ പ്ലസൻറ്റ്, വളരെ കാമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അധികം റഷും ഉണ്ടാവില്ല, കാരണം വളരെ കുറച്ച് പേര് മാത്രം താമസിക്കാൻ വരൂ. അപ്പം ഇവർക്ക് വിശാലമായ സ്ഥലമുണ്ട്, പാർക്കും പിന്നെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇതൊരു ഗ്രാമത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇപ്പോൾ റോഡൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മെയിൻ റോഡിൽ നിന്ന് ഇവിടം വരെ എത്താൻ. കാരണം വനമേഖലയൊക്കെ ആയതുകൊണ്ട് അധികം ഇതില്ല. അതുകൊണ്ട് അവിടെയാണ് ലേക്ക് ഉള്ളത്, കാണിച്ചു തരാണ്ട്. അതാണ് ആ ലേക്ക്, അത് കബനി റിവർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കാണിക്കാം. ഇവരുടെ ക്യാൻറ്റീൻ.
ഇവിടെ നമ്മൾ ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററി. ഇത് നേരിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഞ്ചും കോംപ്ലിമെൻ്ററി ആണ്. ഇതാണ് എനിക്ക് കിട്ടിയ റൂം. ഇങ്ങനത്തെ പല റൂമാണുള്ളത്, കോട്ടേജസ്. സിംഗിൾ പേഴ്സൺ ആയതുകൊണ്ട് ഒറ്റക്ക് ഇതാണ്. അടിപൊളി തന്നെയാണ്. എൻ്റെ സ്ട്രക്ചർ ഒരു ഡിഫറെൻ്റ്, ഒരു ഒക്ടെയിൻ രീതിയിലാണുള്ളത് അല്ലേ. 1 2 3 4 സൈഡ്സിൽ വ്യത്യസ്ത രീതിയാണ്. ഇതിന് ചാർജ് 8,000 ഉണ്ട്. കാരണം ഇത് റിസോർട്ടൊക്കെ ഉൾപ്പെടെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓഫീസ് ഇവിടെ തന്നെയാണ്. കണ്ടോ, ചുറ്റും അടിപൊളി. നമുക്ക് ഈ ചുറ്റും ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പം ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് റൂം പോയി നോക്കാം. അപ്പം ഇതാണ് കബനി ലേക്ക് റിസോർട്ട്. അടിപൊളി തന്നെ. ഇവിടെ നമുക്ക് ചായ ഒക്കെ കുടിക്കാനുള്ള റൂം. അപ്പോൾ ഇതാണ് റൂം കയറി നോക്കാം. അടിപൊളി. AC ഉണ്ട്. ഇതിൻ്റെ ഷേപ്പ് തന്നെ കണ്ട, ഒക്ടെയിൻ ഷേപ്പ് തന്നെ. ജനല്, അതിൻ്റെ രീതി കിടിലം തന്നെ. 8,000 അതിൻ്റെ AC ആയിട്ട് ഉൾപ്പെടെ എല്ലാം കിട്ടുന്നുണ്ട്. പ്രൊവൈഡ് നമുക്ക് വെള്ളം ചൂടാക്കേണ്ട ഇതും ഉണ്ട്, കെറ്റിലും കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളതിൽ വെച്ച് ബെസ്റ്റ് അതന്നെ. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ ടോയ്ലറ്റ്സ് അറ്റാച്ച്ഡ് തന്നെയാണ്. കൊള്ളാം. അത്യാവശ്യം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹീറ്റർ, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഓക്കെ, കൂൾ. ഇതാണ് കബനി ലേക്ക് വ്യൂ റിസോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ. ഇനിയും കൂടുതൽ ഇതിൻ്റെ കോമ്പൗണ്ടൊക്കെ കാണിച്ചു തരാം, എന്താണ് സംഭവമൊക്കെ. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഇതാണ് ലേക്ക് വ്യൂ റിസോർട്ട്. ലേക്ക് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ. ഇത് കൂടാതെ ഇപ്പം ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് ഉണ്ട്, ഗാർഡൻ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി പല കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതാണ് റെസ്റ്റ് റൂം. വിശാലമായ സ്ഥലം തന്നെ, ഇഷ്ടംപോലെ ഇവിടെ സമയം ചിലവാക്കാം. ഇതാണ് ആ ലേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് കാണാനേ പറ്റൂ. അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയിട്ട് അങ്ങ് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് പോകേണ്ടി വരും. ട്രാംപോളിൻ ഉണ്ട്, പക്ഷേ ചെറിയ പിള്ളേർക്ക് മാത്രമാണ്. പലതരത്തിലുള്ള കോട്ടേജസാണ് ഉള്ളത്, പല ഷേപ്പിൽ, ട്രയാങ്കിള്, പിന്നെ അത് പല ഷേപ്പിലാണ് ഉള്ളത്. കണ്ടാൽ ഇത് 3. ഇപ്പം ഇതിനുള്ളിൽ തന്നെ ഒരു മരങ്ങളുടെ ഒരു ഇതുണ്ട്, നമുക്ക് നടക്കാം. ഇതൊക്കെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത് തന്നെയാണ്. ഇവർ നട്ടുപിടിപ്പിച്ചതാണ്.